2023 ഫോൾഡബിൾ ഫോൺസ് ഇനി മുതൽ ഗിമിക്സ് അല്ല. ഐഫോണിൻ്റെ ക്യാമറ ഏറ്റവും ബെസ്റ്റ് ക്യാമറയല്ല. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. സാച്ചുറേഷൻ പോയിന്റ് എത്തി നമ്മുടെ ഫോൺസിൻ്റെ കാര്യത്തിൽ. ഇനി എന്ത് സംഭവിക്കും? എന്താണ് ഫ്യൂച്ചർ ടെക്? അതാണ് മോഡുലാർ ടെക്. ഈ വർഷം ജൂലൈ മാസത്തിൽ EU പുതിയ ലോ പാസ്സാക്കി 2027 എല്ലാ ഫോൺസിൻ്റെ ബാറ്ററീസ് റിമൂവബിൾ ആയിരിക്കണം. ഇത് ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ തന്നെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി. ഓഫ് കോഴ്സ്, കാരണം നമ്മളിപ്പോൾ കാണുന്ന സ്മാർട്ട് ഫോൺസിനകത്ത് ബാറ്ററീസ് റിമൂവബിൾ ആക്കാതെ നിന്നിട്ട് കുറേ നാളുകളെ, ഒരുപാട് വർഷങ്ങളെ അത് അഡാപ്റ്റ് ആയി. പക്ഷേ എന്നാൽ EU ആണ് ഈ ലോ പാസ്സാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രസക്തി ഭയങ്കര വലുതാണ്. ഇപ്പോഴത്തെ ഫോൺസിൻ്റെ IP റേറ്റിംഗ് ഭയങ്കര ഇംപ്രസീവ് ആയതും അതുപോലെ തന്നെ ഒരുപാട് കോമ്പാക്റ്റ് ആയതിൻ്റെ ഒരു റീസൺ ഈ റിമൂവബിൾ ബാറ്ററീസ് റിമൂവ് ചെയ്യുന്നതിന് കാരണമാണ്. അതായത് ഇപ്പോഴത്തെ ഫോൺസിനകത്ത് ബാറ്ററീസ് റിമൂവബിൾ ആക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ കാണുന്ന അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കത്തില്ല ടെക്ക്. ഇത് തിരിച്ച് നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും, അതായത് റിമൂവബിൾ ബാറ്ററീസ് തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്കിനും ഈ കണ്ട ഫീച്ചേഴ്സ് എല്ലാം ഡെഡ് ആവും. അതായത് IP റേറ്റിംഗ് വരെ ഒത്തിരി താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഈ സംഭവം ഒരു ഗിമിക്കാണോ? ലൈക്ക് ഇതൊരു ചെറിയ തോട്ട് മാത്രമാണോ? ഇത് ശരിക്കും പോസിബിൾ ആണ്? എന്നാൽ ഇത് പോസിബിൾ ആണ്. ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിമൂവബിൾ ബാറ്ററി ഭയങ്കര ഇംപ്രസീവായിട്ട് ലോഞ്ച് ചെയ്തു നമ്മുടെ LG. ഇപ്പോൾ LG ഇല്ല, RIP to that. എന്നാലും LG G5 എന്ന മോഡലിൽ റിമൂവബിൾ ബാറ്ററീസ് ഭയങ്കര ഇംപ്രസീവായിട്ടാണ് ലോഞ്ച് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് റിമൂവബിൾ ബാറ്ററീസ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചാർജിങ് സ്പീഡ് എത്ര ഇമ്പ്രൂവ് ചെയ്താലും ഒരു 5 മിനിറ്റെങ്കിലും എടുക്കും, ലൈക്ക് ഒരു 100% ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഫോൺ ബാറ്ററി ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതായത് നമ്മുടെ ബാറ്ററിയുടെ ചാർജ് തീരുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ചാർജ്ഡ് ആയിട്ടുള്ള ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം, നമ്മുടെ EVയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ. എന്നാൽ ഇത് ഫോണിൽ കൊണ്ടുവന്നത് LG ആണ്, അത് 2016. ഈ ടെക്കിനെ പറയുന്ന പേരാണ് മോഡുലാർ ടെക്. അതായത് നമ്മുടെ ഫോൺസിനെ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഫ്രെയിംവർക്ക് ലാപ്ടോപ്സ് ഇതിന് വലിയൊരു എക്സാമ്പിളാണ്. എന്നാൽ കമ്മിങ് ബാക്ക് ടു ദ LG ഫോൺ, ഈ ഫോണിനകത്ത് ബാറ്ററിയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ സൈഡ് പറയുവാണെങ്കിൽ. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യം ബാറ്ററി റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഇതായിരുന്നു അതിനകത്ത് മെയിൻ ഡിഫക്റ്റ്. എന്നാൽ ഇത് ബാറ്ററി ഇൻക്ലൂസീവ് ആയ കാര്യമല്ല. എല്ലാ കാര്യത്തിലും ഈ മോഡുലാർ ടെക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി ഇലക്ട്രോണിക്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ഡോർസ് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ ടെക്. ബാറ്ററീസ് അല്ലാതെ നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കാൻ പറ്റും, റാമിനെ പറ്റി സംസാരിക്കാൻ പറ്റും, അതുപോലെ തന്നെ പ്രോസസ്സറിനെ വരെ പറ്റി സംസാരിക്കാൻ പറ്റും. ഇത് ചുമ്മാ തമാശയല്ല. ശരിക്കും 2016 എല്ലാവരും നോക്കിക്കണ്ടിരുന്ന ഒരു ഫ്യൂച്ചറായിരുന്നു മോഡുലാർ ടെക്. എന്നാൽ ഇത് സ്ലോലി ഡെഡായി. മോഡുലാർ ടെക് ഭയങ്കര അണ്ടർറേറ്റഡ് ആണ്. 7 വർഷം മുമ്പ് എല്ലാവരും നോക്കിക്കണ്ടിരുന്ന ടെക് ആയിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും മോഡുലാർ ടെക് പോസിബിൾ ആയിരുന്നു. ഫോൾഡബിൾ ഫോൺസ് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്ന ഫ്യൂച്ചർ മോഡുലാർ ടെക് ആയിരുന്നു. അതായത് ഫോൾഡബിൾ ഫോൺസ് ഒരിക്കലും ഞാൻ കണ്ട ഫ്യൂച്ചറല്ല. എന്നാൽ മോഡുലാർ ടെക് എവിടെ വെച്ചാണ് അവരുടെ മൊമെൻറ്റം നഷ്ടപ്പെട്ടത്? ഗൂഗിളിൽ ഒത്തിരി ടെക് വിങ്സ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ATAP, ഗൂഗിൾസ് അഡ്വാൻസ്ഡ് ടെക് പ്രോജക്റ്റ്. ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ARA എന്ന് പറയുക, അല്ലെങ്കിൽ പ്രോജക്റ്റ് R. പ്രോജക്റ്റ് Rനകത്ത് വരുന്നത് കംപ്ലീറ്റ്ലി മോഡുലാർ ഫോൺസ് ആണ്. ഇത് പോസിബിളായിരുന്നു. ഇതിൻ്റെ പ്രോട്ടോടൈപ്സ് വരെ ഒരു സമയത്ത് ലോഞ്ചിലായിരുന്നു. അതായത് ആ സമയത്ത് 2016 11 ഫോൺസ്, വർക്കിംഗ് ഫോൺസ് അവർ ലോഞ്ച് ചെയ്തു, കംപ്ലീറ്റ്ലി മോഡുലാർ. അതിനകത്ത് നമുക്ക് കസ്റ്റം GPU കയറ്റാൻ പറ്റും, കസ്റ്റം ROM കയറ്റാൻ പറ്റും, കസ്റ്റം RAM കയറ്റാം, എന്തിനേറെ പറയുന്നത് കസ്റ്റം ക്യാമറ വരെ മാറ്റാൻ പറ്റും. ആൻഡ് ഇതിൽ മെയിൻ ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ റിമൂവ് ചെയ്തിട്ട് അവിടെ നമുക്ക് ഒരു നൈറ്റ് വിഷൻ ക്യാമറ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് 2016 കാലഘട്ടമാണ്. അന്ന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് പോലും ഇല്ലായിരുന്നു. അന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു ക്യാമറ റിമൂവ് ചെയ്തിട്ട് നമുക്ക് അൾട്രാ വൈഡ് ഇടാൻ പറ്റും, അതുപോലെ തന്നെ ആ ക്യാമറ റിമൂവ് ചെയ്തിട്ട് ടെലിഫോട്ടോ ഇടാൻ പറ്റും. ഇതായിരുന്നു അന്നത്തെ ഫീച്ചർ. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഫോൺസിനകത്ത് നമുക്കിത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആണ്. എന്നാൽ ഇപ്പോൾ കാണുന്ന ഫോൺസ് നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഒരു ഫോണിൻ്റെ റിവ്യൂ ഇടുന്നതിൻ്റെ കാരണം തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും ഒരു ഫ്ലോ ഒരു ഫോണിനകത്ത് കാണും. ഒരിക്കലും ഒരു ബെസ്റ്റ് ഫോൺ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ആണ്. ഈ ഫ്യൂച്ചർ ആണെന്ന് പറയുന്നത് ചുമ്മാ അല്ല. സ്പൈറൽ 2 എന്ന് പറയുന്ന ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഇതൊരു കംപ്ലീറ്റ്ലി പ്രോട്ടോടൈപ്പാണ്. ഒരിക്കലും ഒരു യൂസറിന് കൊടുക്കാൻ പറ്റിയ ഒരു ഫോണല്ല, ഒത്തിരി ഡെവലപ്പിന് വേണ്ടി വന്നിരുന്ന ഒരു ഫോണാണ്. എന്നാൽ ഇതിൻ്റെ ലോഞ്ച് വീഡിയോ ഇതുവരെ കണ്ടത് 50 പേരാണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ലൈക്ക് കൊടുത്തത് നമ്മളാണ്. അത്രയ്ക്ക് അണ്ടർറേറ്റഡ് ആണ് മോഡുലാർ ടെക്. പക്ഷേ ഭയങ്കര ഇംപ്രസീവാണ്. സ്പൈറൽ 2 എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പ് ഇറങ്ങിയപ്പോൾ അതിനകത്ത് 720p ഡിസ്പ്ലേയും 5MP ക്യാമറ വിത്ത് മൈക്രോ USB പോർട്ട്, ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിരുന്ന മൊഡ്യൂൾസ് ആയിരുന്നു ഇറക്കിയിരുന്നത്. പിന്നെ അവർ പറഞ്ഞിരുന്നത് തേർഡ് പാർട്ടി ഇലക്ട്രോണിക് അപ്ലയൻസസും അതുപോലെ ഫീച്ചേഴ്സും വരുമ്പോൾ അവർക്ക് അതനുസരിച്ച് മൊഡ്യൂൾസ് ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. അതായിരുന്നു ഇതിനകത്ത് മെയിൻ
ഉപയോഗം. ലൈക്ക് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം വരുന്നത് ഈ കാര്യത്തിലാണ്. ആക്സസറീസ് ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കണക്ടിവിറ്റി വരുന്നത് വൈഫൈയും ബ്ലൂടൂത്തും അതുപോലെ തന്നെ 3G നെറ്റ്വർക്ക് വരുന്നു. പിന്നീട് സ്പൈറൽ 3 എന്ന് പറയുന്ന പ്രോട്ടോടൈപ്പ് ഇറങ്ങിയപ്പോൾ അതിനകത്ത് LTE കൂടെ എനേബിൾ ചെയ്തു, അതായത് 4G നെറ്റ്വർക്ക് കൂടെ. പക്ഷേ എന്നാൽ സ്പൈറൽ 2-ന് ശേഷം ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. ലിറ്ററലി 2015 പറഞ്ഞിരുന്നത് സ്പൈറൽ 3 ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിരിക്കും, അത് അടുത്ത വർഷം അതായത് 2016 തന്നെ അത് ലോഞ്ച് ചെയ്യുമ്പോൾ എന്നായിരുന്നു 2015 അനൗൺസ് ചെയ്തത്. ആൻഡ് അവരിതിനെ വിളിച്ചിരുന്നത് ഗ്രേ ഫോൺ എന്നായിരുന്നു. കാരണം ഇതിനകത്തൊരു മോണോക്രോമാറ്റിക് ടച്ച് ആയിരുന്നു കൊണ്ടിരുന്നത്. ആൻഡ് ഈ ഫോൺ കാണാൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇത് 2016 ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. വേറൊരു ഫോണും അന്നത്തെ കാലത്ത് നിലനിൽക്കത്തില്ല എന്ന രീതിയിലാണ് ആ ഫോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു പ്രോജക്റ്റ് എവിടെ വെച്ച് വേണമെങ്കിലും നിർത്താമെന്നുള്ളൊരു ത്വര ഗൂഗിളിൽ പണ്ടേ മുതലുണ്ടായിരുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇഷ്ടം പോലെ എനിക്ക് പറയാൻ പറ്റും. ഇപ്പോൾ കാണുന്ന ആപ്സ് ആണെങ്കിൽ പോലും ഗൂഗിൾ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അവർക്ക് ഏത് ആപ്സിന് എപ്പോൾ വേണമെങ്കിലും കൊല്ലാം, എപ്പോൾ വേണമെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഗൂഗിൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞൊരു ബാക്ക് എൻഡ് പ്രോജക്റ്റ് ആയിരുന്നു. ഇതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു പുതിയ പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സ്റ്റാർലൈൻ. ഇതും ഭയങ്കര പ്രോമിസിംഗ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എന്നാൽ മെറ്റയും അതുപോലെ തന്നെ ആപ്പിൾ വിഷൻ പ്രോ ഒക്കെ ഇത്രയും പ്രോമിസിംഗ് ആയിരിക്കുന്ന സമയത്ത് പ്രോജക്റ്റ് സ്റ്റാർലൈൻ എത്രമാത്രം കൺവീനിയൻറ്റും അതുപോലെ തന്നെ എത്രമാത്രം അഡാപ്റ്റബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. സോ ഈ പ്രോജക്റ്റും അവർ ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് ഗൂഗിൾ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോഴത്തേക്ക്. പക്ഷേ എന്നാൽ പ്രോജക്റ്റ് 6 എന്ന് പറയുന്നത് സംഭവം തിരിച്ചു കൊണ്ടുവരാനുള്ള ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ ഒരെണ്ണം ഞാനാണ്. സോ ബേസിക്കലി പറയുവാണെങ്കിൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒന്നെങ്കിൽ ഇത് വേരിയബിൾസിലേക്ക് ചുരുങ്ങിപ്പോകും, അതല്ലെങ്കിൽ എത്രമാത്രം മോഡ്യൂളർ ആക്കാവോ അത്രമാത്രം ഇത് മോഡ്യൂളർ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ലാപ്ടോപ്സിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ ഫ്രെയിംവർക്ക് ലാപ്ടോപ്സ് ഇത്രയും പ്രോമിസിംഗ് ആവാനുള്ള കാരണം അതിൻ്റെ പ്രൈസിംഗ് ആണ്. ഒത്തിരി എക്സ്പെൻസീവും അല്ല, എന്നാൽ ഒത്തിരി ലോ ബഡ്ജറ്റും അല്ല. അവർക്ക് ആ ഒരു പ്രൈസിങ് സ്പോട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റി ഇത്രയും മോഡുലാർ ടെക് ഉണ്ടാക്കിയിട്ട് പോലും. സോ ബേസിക്കലി മോഡുലാർ ടെക് എന്ന് പറയുന്നത് 3 രീതിയിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ രീതിയിൽ ആൾക്കാർ ഇതിനെ കാണുന്നത് 99% ആൾക്കാരും ഇതിനെ കാണുന്നത് ഒരു പരിഗണനയും കൊടുക്കത്തില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. ബട്ട് എന്നാൽ ബാക്കി ഒരു പെർസെൻറ്റേജ് പറഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ഇവരിതിനെ ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റിലാണ്, ഇന്ന ബഡ്ജറ്റിൽ ഇതിനെ കിട്ടുമോ എന്നുള്ള രീതിയിലായിരിക്കും. എന്നാൽ ഇതിനെല്ലാം പുറമെ മൂന്നാമത്തെ രീതിയിൽ കാണുന്നത് നമ്മളെപ്പോലെയുള്ള ഗീക്സിനാണ്. നമ്മളിതിനെ നോക്കുമ്പോൾ പല രീതിയിൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഫോൾഡബിൾസ് നമ്മൾ ഫസ്റ്റ് ഫോൾഡബിൾ കണ്ടതിൽ നിന്ന് ഒത്തിരി മാറി 4 വർഷം കൊണ്ട് ഒത്തിരി ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഫസ്റ്റ് ഫോൾഡബിൾ ഇറങ്ങിയപ്പോൾ ആരും വിചാരിച്ചില്ലായിരിക്കും ലൈക്ക് ഇത് ഫ്യൂച്ചർ ആയിരിക്കുമോ എന്നുള്ള കാര്യം. പക്ഷേ എന്നാൽ അന്ന് മുതൽ ഫോളോ അപ്പ് ചെയ്ത് വന്ന ആൾക്കാരില്ലേ, അവർക്ക് ഈ ടെക്ക് ഭയങ്കര ഇംപ്രസീവും അതുപോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതായിരിക്കും. 2014 ഇറങ്ങിയ ഈ പ്രോട്ടോടൈപ്പും ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ എത്രമാത്രം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് 2014 ഇത് ഭയങ്കര സ്റ്റാർട്ടിങ് സ്റ്റേജിലായിരുന്നു. ഇവരുടെ പ്രൊമോയ്ക്കകത്ത് കാണിച്ച പോലെ അത്രയ്ക്കും ഈസി അല്ലായിരുന്നു ഇതിനകത്ത് മോഡ്യൂൾസ് ആഡ് ചെയ്യാൻ. അതുപോലെ തന്നെ ഡമ്മിക്കകത്തും മോഡ്യൂൾസ് ആഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ഒരു മാഗ്നറ്റിക് അഡാപ്റ്ററൊക്കെ വെച്ചിട്ട്. പക്ഷേ എന്നാൽ ഇത് ഹാൻഡ്സ് ഓൺ വന്നപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്പൈറൽ 2-ൻ്റെ ലോഞ്ച് ഇവൻറ്റ് വന്നപ്പോഴത്തേക്കും അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കയറ്റുന്നത്, നമുക്കത് കാണാൻ പറ്റും. പക്ഷേ എന്നാൽ ഇപ്പോൾ മോഡുലാർ ലാപ്ടോപ്സ് ലൈക്ക് ഫ്രെയിംവർക്ക് ലാപ്ടോപ്സ് വലിയൊരു എക്സാമ്പിളാണ്. ഞാൻ തുടക്കം മുതൽ പറയുന്ന പോലെ ഫ്രെയിംവർക്ക് ലാപ്ടോപ്സിനകത്ത് നമുക്ക് മോഡ്യൂൾസ് ആഡ് ചെയ്ത് ഭയങ്കര എളുപ്പമാണ്. ലൈക്ക് ഒരു അണ്ടർ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ട്രാക്ക് പാഡിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ കീബോർഡിൻ്റെ പൊസിഷൻ മാറ്റാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ് അതിനകത്ത് നമുക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇൻറ്റേർണൽ കമ്പോണൻസ് ഒക്കെ മാറ്റാൻ വേണ്ടി മാത്രമേ നമുക്ക് സ്ക്രൂവും അതുപോലെ തന്നെ ഗാഡ്ജറ്റ്സ് ഒക്കെ ആവശ്യമുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ കറൻ്റ്ലി മോഡുലാർ ടെക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. ലൈക്ക് നമുക്ക് ആ ഒരു സ്പൈറൽ 2-നെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇന്നൊരു ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞാലും ഈ ഫോൺ മാറ്റേണ്ടി വരത്തില്ല. ഇതാണ് ബേസിക്കലി മോഡുലാർ ഫോൺസിൻ്റെ ബേസിക് അറ്റൻഷൻ അല്ലെങ്കിൽ ബേസിക് ലോജിക്. അതായത് കാലത്തിനനുസരിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു ഫീച്ചർ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളായിരിക്കും, അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഫോൺ മേടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇത് മോർ ഓഫ് ലൈക്ക് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരു ഫോൺ റീപ്ലേസ് ചെയ്യുന്നതിലൂടെ ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ കാർബൺ ഫുട് പ്രിൻറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒത്തിരി രീതിയിൽ ഒഴിവാക്കാൻ പറ്റും മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ. ആൻഡ് ഇതുപോലെ തന്നെ മോഡ്യൂൾസ് നമുക്ക് സെൽ ചെയ്യുകയാണെങ്കിൽ ആവശ്യക്കാർക്ക് അത് മേടിച്ചിട്ട് അവർക്ക് അത് ഫോൺസിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ആൻഡ് ഇതുപോലെ തന്നെ റിസ്ക് എലമെൻസും ഉണ്ട്. ലൈക്ക് നമ്മുടെ മെമ്മറി ഇതിനകത്ത് സ്വിച്ച് ചെയ്യാൻ പറ്റും. ലൈക്ക് SD കാർഡ് റിമൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ആൾക്കാർക്ക് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. എന്നാൽ അതനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള ടെക്നോളജി റിലേറ്റഡുള്ള അടിപൊളി കണ്ടൻസ് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.